ഹലോ എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. ഞാനിനി 4 ഭാഷയിലൊന്നും പറഞ്ഞ് ചളമാക്കുന്നില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് അഗ്നിപരീക്ഷ 4 ഭാഷയിൽ റിവ്യൂ ആയിട്ടാണ്. നമുക്ക് സാധാരണ തുടങ്ങുന്നത് പോലെ ആദ്യം തന്നെ കന്നഡയിൽ നിന്നും തുടങ്ങാം. ഞാൻ എല്ലാം ഇതാ എഴുതി വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നോട് വിട്ടുപോകും, അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കന്നഡയിൽ നിന്ന് തുടങ്ങാം. കന്നഡയിൽ ഡു ഓർ ഡൈ ടാസ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യാനുള്ള കഴിഞ്ഞ ടാസ്കുകൾ നോക്കിയിട്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻസിന് അവസരം കൊടുക്കുകയാണ്. 3 പേര്, വേസ്റ്റ് ആയിട്ടുള്ള 3 പേര് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അതിനകത്ത് ഒരാളിനെ ഇപ്പം ജഡ്ജസിൻ്റെ പേരിലാണല്ലോ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏത് ജഡ്ജിൻ്റെ ഗ്രൂപ്പാണോ ഒരാളിനെ കൂട്ടത്തിലുള്ള മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആളിനെ സേവ് ചെയ്യും. ബാക്കി 2 പേർക്ക് ടാസ്ക് കൊടുത്തിട്ട് എവിറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ വന്നിരിക്കുന്ന നമ്മുടെ സംഗീതയുടെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു വന്നത് പൂർണിമ വന്നു. പൂർണിമ വന്നിട്ട് ആ 3 പേരിനെ സെലക്ട് ചെയ്തു. ആ 3 പേരെ സെലക്ട് ചെയ്തത് കൺവിൻസ് ആയിട്ടില്ലെങ്കിലാണ്, കൺവിൻസ് ആയ ആളിനെയാണ് സെലക്ട് ചെയ്യുന്നത്. കൺവിൻസ് ആവാത്ത 2 പേരിന് ഇത് അവരുടെയൊക്കെ ടാസ്ക് കൊടുത്തിട്ട് സ്പോട്ട് എലിമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരാളിനെ സേവ് ചെയ്തു. ബാക്കി 2 പേരിനെ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാർഗറ്റിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ മുകളിൽ വെട്ടി നിൽക്കണം. അപ്പോൾ അതിൽ എന്തുകൊണ്ട് അവർ ഡിസേർവിങ് അല്ല, ഞാനാണ് ഡിസേർവിങ്, അവരെന്തുകൊണ്ട് ഡിസേർവിങ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പോയിന്റ് പറയുമ്പോൾ ടൊമാറ്റോ വെച്ചിട്ട് അവരെ എറിയണം. അതാണ് ടാസ്ക്. ഇപ്പോൾ 2 പേരും ചെയ്തു. 2 പേരും ചെയ്തതിൽ സംഗീത പറഞ്ഞു, എന്താണ് എനിക്ക് അത് വാലിഡ് ആയിട്ട് തോന്നിയില്ല. നിങ്ങൾ വാലിഡ് പോയിന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. 2 പേരും വാലിഡ് പോയിന്റ്സ് പറഞ്ഞിട്ടില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ശരിയായില്ലെന്ന്. ആരെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള പവർ സംഗീതയ്ക്കല്ല, മറ്റു 3 ജഡ്ജസ് ചേർന്നിട്ട് ഇതിൽ സുഷ്മിത എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്ത് മറ്റേ ആളിനെ സേവ് ചെയ്തു. ഓക്കെ, രണ്ടാമത് വന്നത് ചന്ദൻ ഷെട്ടിയുടെ ടീമായിരുന്നു. അപ്പോൾ ഹേമലത, പുള്ളിയുടെ ക്യാപ്റ്റൻ ഹേമലതയാണ്. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് വേസ്റ്റ് പെർഫോമറെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 3 പേരെ സെലക്ട് ചെയ്തത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 3 കണ്ടസ്റ്റൻസിനെ ആയിരുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ അവർ കൺവിൻസ് ചെയ്യുന്നുണ്ട്, അല്ല നമ്മൾ ഏറ്റവും അതിലൊരാൾ ഫസ്റ്റ് ടാസ്കിൽ ഏറ്റവും ഫസ്റ്റായിട്ട് വിൻ ചെയ്തിട്ടുള്ള ആളുടെയാണ് ഗോൾഡ് കോയിൻ കൊടുത്ത് ഹേമലത തന്നെ ചൂസ് ചെയ്ത ആളിനെയാണ് അവർ വേസ്റ്റ് പെർഫോമറാന്ന് പറയുന്നത്. അതിനും കാരണം പറയുന്നതെന്ന് വെച്ചാൽ, കൂടുതലായിട്ട് സംസാരിക്കുന്നു, പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് കാര്യം പറയുന്നത്. ജഡ്ജസ് പലതവണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അതല്ല, അങ്ങനെയല്ല, അത് പറയാറായിട്ടില്ല, നിങ്ങൾ ഇപ്പോൾ അവരുടെ ടാലൻറ്റ് മാത്രം നോക്കൂ എന്ന് പലതവണ പറയുന്നുണ്ട്. പക്ഷെ അവരവരുടെ ഇതിനകത്തുനിന്ന് അവർക്ക് ടാസ്ക് മനസ്സിലായില്ല എന്ന് വെച്ച് ഇവർ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിരഞ്ജൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആര് പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. എനിവേസ്, അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഡിസിഷൻ തെറ്റായതുകൊണ്ട് നിങ്ങളും വരും കേട്ടോ, എലിമിനേഷൻ ഇതിനകത്തേക്ക് നിങ്ങളും 4ാമത് ആളായിട്ട് ചേർക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും അവർക്ക് പ്രശ്നമില്ല, അങ്ങനെ അവരെ ചേർത്തു. ഇതിൽ ഏറ്റവും നല്ല ഹെവി അല്ല, ഏറ്റവും നല്ലതായിട്ട് ടാസ്ക് വിൻ ചെയ്തിട്ടുള്ള 2 പേരിനെ ചന്ദൻ സേവ് ചെയ്യുവാണ്. ബാക്കി ഒരു ഗേളും, ആ കൊച്ചിൻ്റെ പേര് മറന്നുപോയ ഒരു ഗേളും പുള്ളിക്കാരിയുമാണ് അവിടെ അവസാനിക്കുന്നത്. ക്യാപ്റ്റനാണ് അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ടാസ്ക് കൊടുക്കാൻ വേണ്ടി പ്രോപ്പർട്ടി കൊണ്ടുവച്ച ഉടനെ തന്നെ ഹേമലത പറയുവാണ്, ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന്. പക്ഷെ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജസ് വീണ്ടും അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്, ഇത് പലർക്കും ഇല്ലാതെ പോയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞങ്ങൾ അത്രയും 4 പേരും നിരഞ്ജനം അടക്കം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്, ഞങ്ങൾ ഭയങ്കര ഈഗേർലി വെയിറ്റിംഗ് ആയിരുന്നു, നിങ്ങൾ ഹൗസിൽ പോയി എല്ലാവരെയും കയ്യിലെടുക്കുമെന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഈഗേർലി വെയിറ്റിംഗ് ആയിരുന്നു. എന്ത് പറഞ്ഞിട്ടും ഇല്ല, എനിക്ക് പറ്റില്ല, ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ അവർ ക്വിറ്റ് ചെയ്തു. ചന്ദൻ ഷെട്ടിയുടെ ക്യാപ്റ്റൻ ക്വിറ്റ് ചെയ്തു. ചന്ദൻ ഷെട്ടി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. സോ ക്യാപ്റ്റൻ ക്വിറ്റ് ചെയ്തതുകൊണ്ട് മറ്റേ ആൾ സേവ് ആയി. ഓക്കെ, 3ാമത് വന്നത് വിനയ് ഗൗഡയുടെ ടീമാണ്. വിനയ് ഗൗഡയുടെ ടീമിൽ ഇതേപോലെ 3 പേരെ നിർത്തി അവർക്ക് കൊടുത്ത് ചാലഞ്ച് എന്തായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബൗളിനകത്ത് കുറേ ക്ലോത്ത് ക്ലിപ്സ് ഉണ്ട്. ആ ക്ലോത്ത് ക്ലിപ്സ് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. അതായത് ബസർ അടിക്കുന്നത് വരെ അത് അവിടെ നിൽക്കണം. എന്നിട്ട് ബസർ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലിപ്പ് ആരുടെ ബോഡിയിലാണോ ഉള്ളത് അവർ വിൻ ചെയ്യും. അതായിരുന്നു ടാസ്ക്. ഇതിനകത്ത് അവർ പറയുന്നുണ്ട്, എന്താണ്, ഏറ്റവും കൂടുതൽ ക്ലിപ്പിട്ട ഒരാൾ അതിൽ ക്വിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്വിറ്റ് ചെയ്ത് വെറുതെ അല്ല, അവർക്ക് എന്തോ സർക്കുലേഷൻ പ്രോബ്ലം എന്തോ വന്നിട്ട് അവർ ക്വിറ്റ് ചെയ്യുന്നുണ്ട്. എനിവേസ്, അത് ഇതായി. അപ്പോൾ ബാക്കി 2 പേരിൽ പ്രിയങ്ക എന്ന് പറഞ്ഞ ആളിനെ എലിമിനേറ്റ് ചെയ്തു.
ആ പ്രിയങ്ക എന്ന് പറഞ്ഞ ആളിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? വിനയ് ഗൗഡയുടെ ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ വിനയ് ഗൗഡയുടെ ക്യാപ്റ്റൻ എന്നെ ചൂസ് ചെയ്തതിൽ ഞാൻ പ്രൗഡാണെന്നൊക്കെ വിനയ് ഗൗഡ പറയുന്നുണ്ട്. അതിൽ വന്നിട്ട് ആ ഒരു കൊച്ചിനെ എലിമിനേറ്റ് ചെയ്തു. അതിന് കാരണം അവർ നോമിനേറ്റ് ചെയ്യാൻ തന്നെ കാരണം അഗ്രഷൻ, ഭയങ്കര അഗ്രഷൻ. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് എൻ്റെ അഗ്രഷൻ ജഡ്ജസ് വരെ എഗ്രി ചെയ്തതാണ്, അപ്പോൾ ഇയാൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ജഡ്ജസ് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തണം, കാരണം ഇയാൾക്കുള്ളിലെ ഫയർ കണ്ടിട്ടാണ്, അല്ലാതെ അഗ്രഷൻ കണ്ടിട്ടല്ല ഞങ്ങൾ സെലക്ട് ചെയ്തതെന്ന് പറയുന്നത്. എന്തായാലും എനിവേസ് ആ കുട്ടി എലിമിനേറ്റ് ആയി. അപ്പോൾ 24 പേരുമായിട്ട് തുടങ്ങിയ ഷോയിൽ 3 പേര് എലിമിനേറ്റ് ആയി. ഇനി 21 പേരാണ് ബാലൻസ് ഉള്ളത്. അത് കന്നഡയിൽ. ഇനി വന്നിട്ട് മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ മലയാളത്തിൽ 8ാമത്തെ എപ്പിസോഡാണ്. ടോപ്പ് 20 വെച്ച് തുടങ്ങിയ എപ്പിസോഡാണ് ഇന്നലെ വീക്കെൻഡ് കാ വാർ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ മലയാളം റിവ്യൂവിൽ പറയുന്ന വീക്കെൻഡ് കാ വാർ എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? സാധാരണ ഹിന്ദിയിൽ സൽമാൻ ഖാൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിന് അവരെ ജഡ്ജ് ചെയ്യുന്നതിനല്ലേ പറയുന്നേ, അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്നതിനല്ലേ പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇവിടെ എന്താ വീക്കെൻഡ് കാ വാർ എന്ന് പറയാൻ കാരണം എന്നറിയില്ല. കാരണം അവരെ അവിടെ സ്റ്റേ ചെയ്യുന്നില്ലല്ലോ, എന്തായാലും എലിമിനേറ്റ് ചെയ്ത് വിടുമല്ലോ. എലിമിനേറ്റ് ചുമ്മാ എന്താ ഗെയിം കളിപ്പിച്ച് തന്നെയാണല്ലോ എലിമിനേറ്റ് ചെയ്ത് വിടുന്നത്, അല്ലാതെ ചുമ്മാ കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് നോക്കി എലിമിനേറ്റ് ചെയ്യുകയല്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പേരൊക്കെ അവർ ഇട്ടിട്ട് നമുക്കതൊന്നും നോക്കണ്ട. എന്തായാലും ഇന്നലെ 2 ഗസ്റ്റ് ജഡ്ജസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീസൺ 2 വീണ നായരും ഡോക്ടർ രജിത് കുമാറും ആയിരുന്നു വന്നത്, നമ്മുടെ ജഡ്ജസിനെ കൂടാതെ. അപ്പോൾ അവർക്ക് ഇന്നലെ കൊടുത്തത് 4 പേർക്ക് ഒരു മാസ്ക് ഓഫ് സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാസ്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെ മാസ്ക് ഓഫ് ഒന്നും ഇല്ല ഇവിടെ ചുമ്മാ അവർക്ക് കൊടുത്ത ടോപ്പിക്കിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. മാസ്ക് ഓഫ് എന്നൊന്നും പറയാൻ ഇല്ല അതിനകത്ത്. പൂജ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ വിളിക്കുന്നു, വീട്ടമ്മ എന്നുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. പുള്ളിക്കാരി വീട്ടമ്മ ആയതുകൊണ്ടായിരിക്കാം വീട്ടമ്മ എന്ന് പറഞ്ഞൊരിത് കൊടുത്തത്. അവരുടെ അനുഭവം വെച്ച് സംസാരിച്ചു. പിന്നെ ഷിജിൻ ലാലിന് ഹോം ടൗൺ എന്നൊരു സബ്ജക്റ്റാണ് കൊടുത്തത്. പക്ഷേ ഷിജിൻ ലാൽ ഹോം ടൗൺ എന്ന സബ്ജക്റ്റ് സംസാരിക്കുന്നതിനേക്കാളും പുള്ളിക്കാരൻ അവിടെ ഹോം ടൗണിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചത്. എൽദോയ്ക്ക് പരാജയം എന്നൊരു സബ്ജക്റ്റാണ് കൊടുത്തത്. അപ്പോൾ എൽദോ നന്നായിട്ട് സംസാരിച്ചു, മോട്ടിവേഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഹീസ് എ പൊളിറ്റീഷ്യൻ എന്തായാലും നന്നായിട്ട് സ്പീച്ച് ചെയ്യും, അത് ഉറപ്പാണ്. ഇവിടെ ഞാൻ എല്ലാ ദിവസവും പറയുന്നത് ഇത് തന്നെയാണ്. എന്ത് കാറ്റഗറിയിലാണ് അല്ല എന്ത് സെൻസിലാണ് ഇവർ കോമണേഴ്സിനെ സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇതിനകത്ത് ഡാൻസേഴ്സ്, മോഡൽസ്, ആർട്ടിസ്റ്റുകൾ, പേജന്റ് ഷോയിൽ പങ്കെടുത്തവർ, പൊളിറ്റീഷ്യൻ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ പക്കാ കോമണേഴ്സിനെ ബാക്കി 3 ലാംഗ്വേജിലും പക്കാ കോമണേഴ്സിനെയാണ് സെലക്ട് ചെയ്തത്. അതായത് ഇതുപോലെ ഒരു സെലിബ്രിറ്റി ഇമേജ് വരാൻ പറ്റിയ ഫീൽഡിൽ നിൽക്കുന്നവരെ ഒന്നും അല്ല സെലക്ട് ചെയ്തത്. ആക്ടേഴ്സോ, സിംഗേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, പേജന്റിൽ പങ്കെടുത്തവർ എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും അവർ പറഞ്ഞു വിടുകയോ ചെയ്തത് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിവേസ് അവർ വന്നു, മത്സരിച്ച് കഴിഞ്ഞു, എല്ലാ സംഭവവും കഴിഞ്ഞല്ലോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൽദോ അത് പരാജയം എന്നുള്ളത്. പിന്നെ ടാഷിയെ വിളിച്ചിട്ട് ടാഷിക്ക് സ്വാർത്ഥത എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് കൊടുക്കുന്നത്. പക്ഷേ ടാഷി അട്ടർ ഫേക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടാഷി പറയുന്നുണ്ട് പുള്ളിക്കാരൻ സെൽഫ്ലെസ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു കാമുകി ഭയങ്കരമായിട്ട് എന്താ പറയുക ചീറ്റ് ചെയ്തതിൻ്റെ ബേസിലാണ് അവൻ പിന്നെ സ്വാർത്ഥനായി, ഭയങ്കര സെൽഫിഷായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സെൽഫിഷ് ആയിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സെൽഫിഷ് ആണ് എന്ന്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ തിരുത്താൻ പലരും ശ്രമിക്കുമ്പോൾ ജഡ്ജസ് ഇടപെടുന്നുണ്ട്, ഇല്ല അത് അവൻ്റെ സ്പേസ് ആണ്, നിങ്ങൾ ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം താഷിയോട് അഖിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒരാളിനെ ചീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഖിൽ എന്ത് ചെയ്യുമെന്ന്. അപ്പം വേണമെങ്കിൽ ഞാൻ ചീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത്ര നല്ല ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. ഗെയിം ബേസ്ഡ് ചീറ്റിംഗ് അല്ല, ഗെയിം ബേസ് പറയുമ്പോൾ ചീറ്റിംഗ് അല്ലല്ലോ. പക്ഷെ ഒരാളിനെ സ്വന്തം സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് ചീറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എന്ത് വ്യക്തിത്വം എന്ന് മനസ്സിലാവുന്നില്ല. എനിവേസ് അതൊക്കെ ജഡ്ജസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി വന്നിട്ട് നമുക്ക് അടുത്ത ടാസ്ക് ആണ് പറയുന്നത്. ടാസ്കിനകത്ത് ടീമില്ല, ഇൻഡിവിജ്വൽ ഗെയിമാണെന്ന് പറയുന്നത്. അതായത് വേറൊന്നുമല്ല, തരക്കേടില്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. 4 ബ്ലോക്സ് വെച്ചിട്ടുണ്ട്. ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറി നിൽക്കാൻ പാകത്തിലുള്ള ബ്ലോക്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയും, അല്ലെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കും, അത്രയും നമ്പർ ഓഫ് പീപ്പിൾ ഓടിപ്പോയിട്ട് ബസർ അടിക്കുമ്പം ആ ഒരു ബ്ലോക്കിൽ കയറി നിൽക്കണം. കൂടുതലായാലും കുറവായാലും ഔട്ടാവും. ഇതാണ് ഇവിടെ എനിക്ക് പറയാനുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം 3 ആയിരുന്നു പറഞ്ഞ നമ്പർ. ഇതിനകത്ത് രാകേഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് കളിച്ചത്.
പുള്ളിക്കാരൻ അവിടെ നിന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്, ആളിനെ തള്ളി പുറത്തിടുന്നുണ്ട്, ഇതൊക്കെ. അപ്പം ഇന്നലെ അഗ്രഷൻ്റെ പേരിൽ ഫയർ ചെയ്ത ജഡ്ജസ് ഭയങ്കര സോഫ്റ്റ് കോർണർ ആയിരുന്നു രാകേഷിൻ്റെ അടുത്ത്. രാകേഷിനെ അങ്ങനെ ഫയർ ഒന്നും ചെയ്തിട്ടില്ല, ഇയാൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ മാത്രമല്ലാതെ രാകേഷിനെ ഫയർ ചെയ്തിട്ടില്ല, പെൻഡന്റ് തിരിച്ചു വാങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര സോഫ്റ്റ് കോർണർ ആയിരുന്നു രാകേഷിൻ്റെ അടുത്ത്. എന്തോ അത് എനിക്ക് മനസ്സിലായില്ല, എനിക്കത് ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് പറയാമല്ലോ അൺഫെയർ ആയത്. പിന്നെ അവർ പറഞ്ഞ 5, പിന്നെ 6, 11 ഒക്കെ നമ്പറാണ്. അതിൽ ഷിബിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഷിബിനെ ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവൾ ജയിക്കുന്നുണ്ട്. ലാസ്റ്റ് വന്നപ്പോൾ ഷിബിനെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ 11 പേരെ ഔട്ട് ഹൗസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഔട്ട് ഹൗസിലേക്ക് മാറ്റിയവർക്ക് ഈ രാകേഷിന് പവർ, ഇന്നലെ പെൻഡന്റ് പവർ യൂസ് ചെയ്യാത്തത് കാരണം ഇന്ന് ആ പവർ കൊടുത്തു. ആ പവർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിൽ ഇത് ചെയ്യണം, ഡിബേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇത് കൊടുത്തു. അതായത് ചുമ്മാ ഇന്നലെ കൊടുത്തതുപോലെ ഔട്ട് ഹൗസിൽ ഇരിക്കുന്നവർ തമ്മിലല്ല ചെയ്യേണ്ടത്, സേഫ് സോണിലിരിക്കുന്നവരും ഔട്ട് ഹൗസിലിരിക്കുന്നവരും തമ്മിലാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിബേറ്റ് ചെയ്തത് രാകേഷും പിന്നെ രാകേഷ്, പ്രവീൺ, അങ്ങനെ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, രണ്ടുപേര് വെച്ചിട്ട് ഡിബേറ്റ് ചെയ്തതിനകത്ത് ഈ ഇരിക്കുന്നതിനകത്ത് പെൻഡന്റ് ഉണ്ടായിരുന്ന 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അവർ ഔട്ടാവില്ല, അവർ പെൻഡന്റ് ഉള്ള കാരണം തന്നെ അവർ സേവ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള 9 പേരിൽ 3 പേരെ ഗസ്റ്റ് ജഡ്ജസ് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സേവ് ചെയ്തവർ ഒരാളിലൊഴികെ മറ്റുള്ളവരുടെ പേര് എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ അതിലും അളകനന്ദ എന്ന് പറഞ്ഞൊരു കുട്ടിയെ സേവ് ചെയ്തത് എനിക്ക് എന്തോ ഒരു അൺഫെയർ തോന്നുന്നു. കാരണം ആ കുട്ടി ആദ്യത്തെ ഗെയിമിൽ റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ഗെയിമിൽ റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെ ഗെയിമിൽ റൂള് ബ്രേക്ക് ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കേട്ടില്ല എന്ന്. അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ലല്ലോ, കേട്ടില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോരോ ചാൻസസ് കൊടുക്കാമല്ലോ. അപ്പോഴേ ആ കുട്ടിക്ക് ചാൻസ് കൊടുത്തു. ഇന്നും ആ കുട്ടി വലുതായിട്ട് ഗെയിമൊന്നും കളിച്ചില്ല, വലിയ സ്ട്രാറ്റജിക്കലായിട്ടും ഒന്നും കളിച്ചിട്ടില്ല. പക്ഷെ ഇന്നും ആ കുട്ടി ഡേഞ്ചർ സോണിലായപ്പോഴും ആ കുട്ടിയെ ഒരു അവസരം കൂടി തന്ന് സേവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്തോ എനിവേയ്സ് ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട്, പേഴ്സണാലിറ്റി കണ്ടിട്ട് നിർത്തിയതായിരിക്കാം. എനിവേയ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളതിൻ്റെ മെൻ്റൽ എബിലിറ്റി ഒന്നും കാണാത്തത് കാരണം നമുക്കത് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ 3 പേരെ സേവ് ചെയ്യുന്നുണ്ട്. ബാക്കി 4 പേരെ റിയാസ് പറയുന്നുണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും താല്പര്യമില്ല, അപ്പോൾ എനിക്ക് ഡ്രാമ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. 4 പേരെ ഡയറക്റ്റായിട്ട് വിളിച്ച് കയറ്റുന്നു. 4 പേരും എലിമിനേറ്റ് ചെയ്യുന്നു. 4 പേരും എലിമിനേറ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ 3 പേരുടെ പേര് എനിക്ക് ഉറപ്പാണ്, പ്രവീണ്, രചന, പാർവതി. 4മത്തത് ഷിജിനാണോ ഷിംജിത്താണോ, ആ പേരെനിക്ക് കൺഫ്യൂസ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഗെയിം ഇത്രയുമാണ്. ഇനി നമ്മൾ 20 പേരുമായിട്ട് ആരംഭിച്ചത് 16 പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 15 പേരാകുമ്പോഴായിരിക്കാം ഇത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വോട്ടിംഗ് എന്തായാലും ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഇനി അതിൻ്റെ അവസാനം നാളത്തെ എപ്പിസോഡിൻ്റെ കട്ടിങ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഗസ്റ്റ് ജഡ്ജസ് ആയിട്ട് വരുന്ന നാദിറെ, പിന്നെ വരുന്നിരിക്കുന്ന ആൾ എനിക്കറിയില്ല. സീസൺ 5 ഞാൻ സീസൺ 5 കാണാത്തത് കൊണ്ട് എനിക്ക് ആ ആളുടെ പേരറിയില്ല. സെറീനയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് കണ്ടിട്ട്. നാദിറെ നമുക്ക് കണ്ട് പരിചയമുള്ളത് കൊണ്ടും, പിന്നെ ഇവിടെ റെയ്നീഷ തന്നെ പറയുന്നുണ്ട്, നാദിറ എന്ന് വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാം, സെറീനയാണോ എന്നറിയില്ല. അപ്പോൾ എനിവേസ് അത് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമുക്കിനി തമിഴ് പറയാം. തമിഴിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. തമിഴിൽ അവസാനത്തെ കോമൺ മാൻ ടാസ്കുകൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ഫൈനലായിട്ടുള്ള ഓഡീഷൻ, അതായത് ഹോൾഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന 21 പേരുണ്ടായിരുന്ന ആ 21 പേർക്കുള്ള ടാസ്ക് 10 പേരെ മാത്രമേ സെലക്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും റൈറ്റിംഗ് പാഡും ഒരു ക്വസ്റ്റ്യൻ എയറും പെന്നും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതണം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന മായ പറയുന്നുണ്ട്, നേരത്തെ പറയാത്ത കാര്യങ്ങൾ, അതായത് ഇൻ്റർവ്യൂവിലോ വന്നപ്പോഴും ഇവിടെ ഓഡീഷനിൽ നിന്നപ്പോഴും നിങ്ങൾ പറയാത്ത കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങളെക്കുറിച്ച് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് പറയുന്നു. കള്ളം എഴുതരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇവർക്ക് സ്പോട്ട് ലൈറ്റിൽ ആദ്യം ഓടി വന്ന് നിൽക്കുന്ന ആൾക്കാണ് ആദ്യത്തെ ചാൻസ് എന്ന് പറയുന്നത്. എല്ലാവരും കൂടി കലവിൽ ഓടി വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാളിനെ സെലക്ട് ചെയ്തു. പിന്നെ ഓരോരുത്തരെ വിളിച്ച് കയറ്റുക ചെയ്ത്. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാൾ, ബാക്കി 20 പേരും ഇയാളുമായിട്ട് ഡിബേറ്റ്, അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, ഇവരത് ടാക്കിൾ ചെയ്യണം. അങ്ങനെയായിരുന്നു ഡിബേറ്റ്. അപ്പം അങ്ങനെ ഡിബേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് വന്ന് പറയുന്നുണ്ട്, എന്താണ്, നിങ്ങളുടെ ഡിബേറ്റ് കണ്ടിട്ട് നമുക്ക് 10 പേരെ പോയിട്ട് 5 പേരെ സെലക്ട് ചെയ്യാൻ തോന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സ്പോട്ടിൽ 21 പേരിൽ 11 പേരിനെ വിളിച്ച് എലിമിനേറ്റ് ചെയ്ത് റെഡ് കാർഡ് കൊടുത്ത് വിടുന്നുണ്ട്.
അങ്ങനെ ഇവരെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് ഒരു ഡ്രാമയൊക്കെ കളിച്ചിട്ട് 5 പേരെ സെലക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ബാക്കി 5 പേര് ഔട്ടാണെന്നൊക്കെ പറഞ്ഞ് അവസാനം നിങ്ങൾ 10 പേരും സെലക്റ്റഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നലെ സംഭവിച്ചത്, തമിഴിൽ സംഭവിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും ടാസ്കുകൾ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും, തെലുങ്കിനേക്കാളും കട്ടിയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കിയെന്ന് കാണാം. ഇനി തെലുങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംഭവിച്ചത്. ഞാൻ ടോപ്പ് 15 എടുത്തായിരുന്നല്ലോ. ആ ടോപ്പ് 15 അതിൽ നവദീപ് ഒരു പെട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ പെട്ടിയിൽ ഫയർ പവർ ഉണ്ടെന്നാണ് പറയണത്. 3 ഫയർ പവർ 3 അല്ല, ഫയർ പവർ അതിനകത്തുണ്ട്. അപ്പോൾ അത് ആ ഫയർ കാർഡുകൾ കിട്ടുന്നവർക്ക് എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറയുവാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പെട്ടെന്ന് പറയുവാണ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുവാണ്. അപ്പോൾ ഇതിൽ ഇന്ന് ഫസ്റ്റ് സെഗ്മെന്റിൽ ഗസ്റ്റ് ജഡ്ജായിട്ട് വന്നത് നമ്മുടെ അഗ്നിപരീക്ഷ സീസൺ 1 വിന്നായി ബിഗ് ബോസ് ഹൗസിൽ കയറിയ പ്രിയ, ഡോക്ടർ പ്രിയ. 3rd വീക്കിൽ ഔട്ടായി പോയിരുന്നു പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരിയാണ് വന്നത്. പുള്ളിക്കാരി വന്നിട്ട് ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരിയാണ് ചൂസ് ചെയ്യുന്നത്, ഇത് കളിക്കാനുള്ള ഗെയിം കളിക്കാനുള്ള അവരെ ചൂസ് ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തു എടുത്തു. പ്രിയക്ക് കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ദ ഡിസിഷൻ കാർഡാണ് പ്രിയക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായത് ആ ഗെയിമിൽ ജയിക്കുന്ന ആൾക്ക് ഇതാണ് കിട്ടുക, റിവേഴ്സ് ദ ഡിസിഷൻ കാർഡാണ് ആൾക്ക് കിട്ടുക. അപ്പോൾ ഇത് വെച്ചിട്ട് അവർ ഗെയിം കളിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഗെയിം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബോർഡുണ്ട്. 3 ബോർഡിലും കളേഴ്സ്, ഇവർ ചൂസ് ചെയ്ത കളേഴ്സിലുള്ള കുറേ ലെറ്റേഴ്സ് ഉണ്ട്. 2 ബലൂൺ വെച്ചിട്ടുണ്ട് വിത്ത് പമ്പ്, അതായത് എയർ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ഇതിനകത്തുനിന്ന് ചൂസ് ചെയ്യണം, നമ്പർ ചൂസ് ചെയ്യണം. 2 ബലൂണേ ഉള്ളൂ, 3 പേരും ഉണ്ട്. ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസ് ഇവർ പമ്പ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞ നമ്പറിന് മുമ്പോ പറഞ്ഞ നമ്പറിലോ എത്തുമ്പോൾ ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. അപ്പോൾ അതായിരുന്നു ടാസ്കിൽ വന്നിട്ട് നമ്മുടെ രാജകുമാരി, ചരണും പിന്നെ ആ കുട്ടിയുടെ പേരെന്തായിരുന്നു, അപൂർവ, അവർ 3 പേരുമായിരുന്നു ഗെയിം കളിച്ചത്. ഇതിനകത്ത് ഫസ്റ്റ് ഔട്ടായത് ചരണാണ്, ദെൻ സെക്കൻഡ് ഔട്ടായത് അപൂർവ. രാജകുമാരിക്കാണ് ഫസ്റ്റ് കാർഡ് കിട്ടിയത്, പുള്ളിക്കാരിക്ക് റിവേഴ്സ് ദ ഡിസിഷൻ കാർഡ് കിട്ടി. രണ്ടാമത് പ്രിയ പോയി, രണ്ടാമത് മര്യാദ മനീഷ്. അതായത് ഇതേപോലെ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് ഹൗസിൽ കയറി 2nd വീക്കിൽ ഔട്ടായിട്ടുണ്ട് കേട്ടോ, മര്യാദ മനീഷ്. അപ്പോൾ ആ സമയത്ത് നവദീപ് പറയുന്നുണ്ട് ഇനി നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞ് നവദീപ് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ മര്യാദ മനീഷാണ് ബാക്കി അവിടെ ഇരിക്കുന്നത്. ഗസ്റ്റിൻ്റെ സീറ്റിലാണ്, ജഡ്ജിൻ്റെ സീറ്റിലല്ല. അപ്പോൾ പുള്ളിക്കാരൻ കണ്ടസ്റ്റന്റിനെ ചൂസ് ചെയ്യാൻ പോകുമ്പോൾ ഹേമന്ത് അങ്ങോട്ടേക്ക് ചാൻസ് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഹേമന്ത്, ഗായത്രി, ദീപക് ഇവരെ 3 പേരുമാണ് പങ്കെടുക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ അത്ര ഹെവി ടാസ്ക് അല്ല, എന്നാൽ അത്ര ലോ ക്ലാസ് ടാസ്കും അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കളേഴ്സ് ചൂസ് ചെയ്ത് കുറേ ഫിഷസ്, ആ 3 കളേഴ്സിലുള്ള കുറേ ഫിഷസ് ഉണ്ട്. 3 ട്രേയും വെച്ചിട്ടുണ്ട്, ജാപ്പനീസ് ഫാനും വെച്ചിട്ടുണ്ട്. ഈ ജാപ്പനീസ് ഫാന് വീശി ഇങ്ങനെ കോരിയിടാൻ പറ്റത്തില്ല, കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല, ഒന്നുമില്ല, ഇങ്ങനെ വീശി ട്രേയിലേക്ക് ഇടണം. ഇതായിരുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന ഇത്. ബസർ അടിക്കുന്ന സമയത്ത് നമ്മുടെ ട്രെയിൽ എത്ര ഫിഷ് ഉണ്ടെന്നല്ല, നമ്മൾ ചൂസ് ചെയ്ത കളറിലുള്ള എത്ര ഫിഷ് ഉണ്ട്, മാക്സിമം നമ്പർ ഓഫ് ഫിഷസ് ഉള്ളവർ വിൻ ചെയ്യും. അതായിരുന്നു. ഹേമന്ത് കുറച്ച് അൺഫെയർ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. എനിവേസ് ഹേമന്ത് 16, ഗായത്രി 24, ദീപക് 27 വെച്ചിട്ട് ദീപക്കാണ് വിൻ ചെയ്തത്. അപ്പോൾ ദീപക്കിന് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് വെച്ചാൽ സ്കിപ്പ് ദ റൗണ്ട് ഫയർ കാർഡ്. ഇതാണ് ദീപക്കിന് കിട്ടിയിരിക്കുന്ന കാർഡ്. അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സംഗതിയാണ് നമ്മളെ രോമാഞ്ചം ഉണർത്തുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറയില്ലേ. ഒരു മാസ് എൻട്രി ആയിട്ട് ഒരാൾ വരുന്നുണ്ട്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ സീസൺ 1 വന്ന് ഗെയിം കളിച്ച് ഹൗസിൽ കയറി 2 തവണ ക്യാപ്റ്റനായി, ഫൈനൽ ക്യാപ്റ്റനായി വിൻ ചെയ്ത നമ്മുടെ ബിഗ് ബോസ് സീസൺ 9 ടൈറ്റിൽ വിന്നർ കല്യാൺ പട്ടാല, നമ്മുടെ സോൾജർ. പുള്ളിക്കാരൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു ഭയങ്കര മാസ് എൻട്രി ആയിരുന്നു. ആ ബിഗ് ബോസ് 9 കപ്പൊക്കെ പിടിച്ചിട്ട് മാസ് എൻട്രി ആയിരുന്നു. നല്ല രസകരമായിരുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് വിശേഷം പറയുന്നുണ്ട്. അതേപോലെ കണ്ടസ്റ്റൻസിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അമൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട് വൈ യു ആർ ഇൻ ബിഗ് ബോസ്. അവൻ പറയുന്ന വൈ നോട്ട് മീ എന്നാണ് അവൻ ആൻസർ പറയുന്നത്. അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഇവൻ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ആളിനെ സെലക്ട് ചെയ്തത് അമനെ തന്നെയാണ് കല്യാൺ സെലക്ട് ചെയ്തത്. ബാക്കി 2 പേരിനെ സെലക്ട് ചെയ്തത് നമ്മുടെ ജഡ്ജസ് ആണ്, മിഥിലേഷ്, രോഹിത്. അവർക്ക് കൊടുത്ത ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ ഒരു സാൻഡ് പിറ്റ് ഉണ്ട്. ആ സാൻഡ് പിറ്റിനകത്ത് 12 റോഡ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് 3 എണ്ണം എടുക്കണം. എടുത്തിട്ട് ഫിക്സ് ചെയ്തിട്ട്
വെൽക്രോയിൽ ഒരു ഫ്ലാഗ് ഉണ്ട്, ഫ്ലാഗ് ഫിറ്റ് ചെയ്തിട്ട് മുമ്പിൽ ഒരു ക്യാൻ വെച്ചിട്ടുണ്ട്. ആ ക്യാനിൽ കുത്തി നിർത്തണം. അത് ലെവൽ 1. ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ 1 ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾ ഔട്ടാവും. ലെവൽ 2 എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടുപേരും ഏരിയ തിരിച്ചിട്ടുണ്ട്. ആ ഏരിയയിലേക്ക് മാക്സിമം നമ്പർ ഓഫ് പില്ലോസ്, കുറേ പില്ലോസ് വെച്ചിട്ടുണ്ട്, ആ പില്ലോസ് കളക്ട് ചെയ്ത് ഇടണം. ആരുടെ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ പില്ലോസ് ഉള്ളതെന്ന് വെച്ചാൽ അവരാണ് വിൻ ചെയ്യുക. ഓക്കെ, ഇതായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ അഗ്രസീവായിട്ട് കളിച്ചു, ജഡ്ജസ് ഒന്നും വേണ്ടിയില്ല. പക്ഷെ അഗ്രഷൻ കുറച്ച് ഓവർ ആയപ്പോൾ അവർ പറഞ്ഞു ഇത് പോസ് ചെയ്തിട്ട് വീണ്ടും ചാൻസ് കൊടുത്തു. അത് ആ തവണ ഭയങ്കര അഗ്രസീവായി കഴിഞ്ഞപ്പോൾ ജഡ്ജസ് ഫയർ ചെയ്തു. വേണ്ട, അഗ്രഷൻ വേണ്ട, ഫയർ ചെയ്തു. പക്ഷെ നമ്മുടെ മലയാളത്തിലെ ഇവരെ അഗ്രസീവായി കളിക്കാൻ സമ്മതിച്ചിട്ടായിരുന്നു. ഭയങ്കര ഫയറിംഗ് ആയിരുന്നു, അഗ്രസീവായിട്ട് കളിച്ചപ്പോൾ. അത് ഇപ്പോൾ നിങ്ങളിതൊക്കെ കാണണം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. അഗ്രഷൻ ഓവർ ആയപ്പോൾ മാൻ ഹാൻഡ്ലിങ്ങിലേക്ക് വരുമെന്ന് തോന്നിയപ്പോഴാണ് അവരത് പോസ് ചെയ്തത്. വേണ്ട, ഇനി അഗ്രസീവ് ആവാതെ ഫിസിക്കൽ അല്ലാതെ കളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മൂന്നാമത് കളിക്കുന്നതിന് മുമ്പ് തന്നെ അപൂർവയെ പിടിച്ചിട്ട് സഞ്ചാലകാക്കി. അപ്പോൾ അപൂർവ ആണ് സഞ്ചാലകമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഈ രോഹിത് ഭയങ്കര അൺഫെയർ ഗെയിം ആയിരുന്നു. രോഹിത് വീണ്ടും അവരുടെ അടുത്ത് ഫെയർ ഗെയിം കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ വേണ്ടാന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി. ലാസ്റ്റ് വന്നിട്ട് അവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടു. പക്ഷേ അമിത് പോയിട്ട് വീണ്ടും അത് ഇങ്ങോട്ട് തന്നെ എടുത്തിടുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ബസർ അടിക്കുന്നത്. പക്ഷെ അപൂർവയോട് ചോദിക്കുന്ന ആര് ജയിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും പില്ലോ കുറവുള്ള രോഹിത് ജയിച്ചു എന്നാണ് പറയുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ് പറഞ്ഞിട്ടും അവർ ഗെയിം കളിച്ചു. അപ്പോൾ അവനെ വിന്നറായിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന്. അപ്പോൾ ജഡ്ജസ് നേരെ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. അമൻ വിന്നറാണെന്ന് പറയുന്നവർ കൈപൊക്കാൻ പറയുന്നു, അതുപോലെ രോഹിത് വിന്നറാണെന്ന് പറയുന്നവർ കൈപൊക്കാൻ പറയുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ അമനെയാണ് സപ്പോർട്ട് ചെയ്തത്. കാരണം അമനാണ് വിന്നർ, അമൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ പില്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രീമുഖി അവിടെ പറയുന്നുണ്ട് ടാസ്കിൻ്റെ റൂള് കൃത്യമായിട്ട് കേൾക്കണം. അപൂർവ യു ആർ റോങ്. അപൂർവ സഞ്ചാലകമായിട്ട് ഫെയിലായി, തെറ്റാണ് പറഞ്ഞത്. കാരണം റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു, ബസർ അടിക്കുന്ന സമയത്ത് ആരുടെ ഇതിലാണോ ഏറ്റവും കൂടുതൽ പില്ലോ ഉള്ളത് അവരാണ് ജയിക്കുക എന്ന്. അപ്പോൾ എന്നിട്ടും രോഹിത്തിനാണ് സപ്പോർട്ട് ചെയ്തത്. സോ യു ആർ ഫെയിൽഡ് എന്ന് പറയുന്നുണ്ട്. അപൂർവയുടെ അടുത്ത് ശ്രദ്ധിച്ചോളാൻ പറയുന്നുണ്ട്, സൂക്ഷിച്ചോളാൻ പറയുന്നുണ്ട്. പക്ഷേ സാധാരണ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ അഭിജിത്ത് പോലും അപൂർവയെ നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജയിച്ച അമന് എന്താ പറയുക, അമന് കല്യാണം ഒരു ടാസ്ക് കൊടുത്തായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, അത് വിട്ടുപോയി കേട്ടോ. അമനെ ചൂസ് ചെയ്ത് കൊടുത്ത ടാസ്ക് എന്താണെന്ന് അറിയാമോ? അമന് ഈ ബിഗ് ബോസ് 9 കപ്പ് എടുത്തിട്ട് ബിഗ് ബോസ് സീസൺ 10 വിന്നറായിട്ട് അവനെ പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഇരിക്കും അത് സ്വയം ഉൾക്കൊണ്ട് പറയാൻ. എന്നിട്ട് അവിടെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കല്യാൺ പട്ടാല പ്രഖ്യാപിക്കുന്നുണ്ട്, അവൻ്റെ കൈയൊക്കെ പൊക്കി പ്രഖ്യാപിക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 10 വിന്നർ എന്ന് പറഞ്ഞ് കൈ പൊക്കുന്നു, കപ്പ് കൊടുക്കുന്നു. അപ്പോൾ അവനത് ഉൾക്കൊണ്ടുകൊണ്ട് അവനാണ് വിന്നർ എന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് അവനത് സ്പീച്ചൊക്കെ എനിക്ക് ഭയങ്കര രോമാഞ്ചം. എനിക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡോടുകൂടി ഞാൻ അഗ്നിപരീക്ഷ സീസൺ 1 എപ്പിസോഡിൽ 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് കല്യാണിൻ്റെ ഫാനായിട്ട് മാറിയതാണ് ഞാൻ. അവസാനം വരെ കല്യാണിന് വോട്ടും ചെയ്തു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തോടെ ഞാൻ അമൻ്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അമന് വോട്ടും ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിക്കുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഇത്രയും ഉള്ളതിൽ അമന് ഞാൻ വോട്ടും ചെയ്തിട്ടുണ്ട്. എനിക്ക് 3 പേരെയാണ് എനിക്ക് അതിനകത്ത് ഫേവറേറ്റ് എന്നല്ല, 3 പേർക്കാണ് ഒരു ക്യാപ്പബിലിറ്റി, അവർ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവില്ല. എനിക്ക് ക്യാപ്പബിളായിട്ട് ഫീൽ ചെയ്തതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള വേറൊരു കാരണം, കഴിഞ്ഞ തവണ അഗ്നിപരീക്ഷയിൽ വന്ന് ഫൈനൽ ടോപ്പ് 15 വന്ന് ഗെയിം കളിച്ച് സെലക്ഷൻ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള സെലക്ഷനിൽ ഇരുന്ന ഒരാളുണ്ട് കേട്ടോ, ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അഗ്നിപരീക്ഷയിലുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു വിൽ പവർ നോക്കണം. എനിക്ക് വന്നേ പറ്റൂ, കീഴടക്കേ പറ്റൂ എന്നൊക്കെയുള്ള ഒരു വിൽ പവർ നോക്കണം. ഓക്കെ, എനിവേയ്സ്, അപ്പം ഞാൻ അമൻ്റെ ഫാനായിട്ട് തന്നെ ഞാൻ വോട്ടും ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ വോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട്. കാരണം ഏറ്റവും ടഫസ്റ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് തെലുങ്കിലാണ്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇവന് ഇത് ഫയർ കാർഡ് കൊടുക്കുന്നുണ്ടല്ലോ. അമന് കൊടുക്കുന്ന ഫയർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ഫയർ കാർഡാണ്. അപ്പോൾ ഈ ബ്ലൈൻഡ് ഫയർ കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്ലൈൻഡ് ഫയർ കാർഡ് സ്വന്തം കയ്യിൽ വെക്കാൻ പറ്റില്ല, അത് ജഡ്ജസിനെ ഏൽപ്പിക്കണം. കല്യാണിനെ ഏൽപ്പിക്കാൻ പറ്റില്ല, കല്യാൺ ഗസ്റ്റ് ജഡ്ജാണല്ലോ. അങ്ങനെ
പുള്ളിക്കാരൻ അത് ബിന്ദുവിന് കൊടുക്കുകയാണ്. അതിന് റീസൺ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിജിത്തും നവനീതും ഗ്രീൻ കാർഡ് കൊടുത്ത് സെലക്ട് ചെയ്തതാണ്. പക്ഷെ അമൻ്റെ ഉള്ളിൽ ഇനിയും ഫയർ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്, അത് പുറത്ത് കൊണ്ടുവരണം, അതെനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ സിഗ്നൽ റെഡ് കൊടുത്ത ആളാണ് ബിന്ദു. അപ്പോൾ അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി ബിന്ദു മാമിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ബിന്ദുവിന് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞാൽ ബിന്ദുവിന് കൊടുത്തു. അപ്പോൾ ബിന്ദുവിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലെ 4 ഭാഷകളിലും നടന്നിട്ടുള്ളത്. അപ്പോൾ എനിവേയ്സ് എനിക്ക് ഏറ്റവും ടഫസ്റ്റ് കോമ്പറ്റീഷൻ തെലുങ്കിലാണ്. പിന്നെ കന്നഡ, തമിഴ് തുടങ്ങിക്കഴിഞ്ഞാൽ പറയാം. മലയാളത്തിൽ എന്തൊക്കെയോ ഒരു ഫിഷി ഒക്കെ ഫീൽ ചെയ്യുന്നു. ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഇതാണ് ഫിഷി ഫീൽ ചെയ്യാൻ കാരണം. ഫിഷി ഒന്നും അവർ ചെയ്യൂല, പക്ഷെ ഫിഷി ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് മെൻ്റൽ എബിലിറ്റി കാണിച്ച് തന്നിട്ടില്ല. നേരത്തെ അവരെടുത്തിട്ടുണ്ടാവും, പക്ഷെ അവർ നമുക്ക് കാണിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ടാസ്ക് മാത്രം നോക്കുമ്പോൾ നമുക്കത് ഫെയർ ആയിട്ട് ഫീൽ ചെയ്യാത്തതാണ്. എനിവേയ്സ് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും ഇന്ന് കഴിഞ്ഞല്ലോ, നാളെ ഇനി ഈ 4 ഭാഷയുടെയും റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് ഇടണം. അതുപോലെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എനിക്ക് ഇതേപോലെ തന്നെ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് ഇടണം. പിന്നെ ഞാൻ ഓരോ സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പോയിട്ട് കാണണം. നേരത്തെ ഇട്ട വീഡിയോ ആണ്. അതുകൂടി നിങ്ങൾ ഏർലി മോർണിംഗ് ഷോ കാണുമ്പോൾ ഒന്ന് കണ്ട് റിവ്യൂ ഇട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നാളത്തെ എപ്പിസോഡുകളുടെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, നന്ദി, നമസ്കാരം.